ഹലോ നമസ്കാരമുണ്ട്. വെൽക്കം ടു അജൈൽ മലയാളി. ഈ എപ്പിസോഡ് ഒരു നമ്മളെ കരിയറിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. ജോലി, പഠിത്തം, ഭാവി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് നമ്മൾ കോളേജിൻ്റെ അവസാന കാലത്താവുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു ചിന്തയൊക്കെ ജനറലി വരുന്നത്. ഞാൻ 93 ഗ്രാജുവേറ്റ് ചെയ്യുന്നത് REC കാലിക്കറ്റിൽ നിന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 93 അവസാനത്തെ, അപ്പോൾ ആ ഒരു സമയത്ത് പരീക്ഷകൾ പാസ്സാവുക, എഴുതി തീർക്കാത്ത ബാക്ക് പേപ്പറുകൾ തീർക്കുക എന്നൊക്കെയുള്ള സംഭവമുണ്ട്. പക്ഷെ വേറെ ജനറലി ഒരു നമ്മളുടെ ക്യാമ്പസിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ജോലിയെക്കുറിച്ചും ഭാവി പഠിത്തത്തിനെക്കുറിച്ചും അപ്പോൾ പല ആൾക്കാർക്ക് പല ഇമോഷൻസാണ്. ഇപ്പം എന്നെ മുതൽ കുറച്ച് ബാക്ക് പേപ്പറൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഈ പഠിത്തത്തെ എങ്ങനെയൊന്ന് കഴിച്ചിലായി അപ്പുറത്തേക്ക് കിടക്കുക എന്നുള്ളൊരു ധാരണയായിരുന്നു. വേറെ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് അടുത്ത പഠിക്കാൻ വേണ്ടി എന്താണെന്നുള്ളത് ജോലി എന്നുള്ളത്. കാരണം എനിക്ക് ജോലിനെ പറ്റി അന്ന് ആലോചിക്കുന്നില്ല. കാരണം വെച്ചാൽ പാസ്സായി കഴിഞ്ഞിട്ടല്ലേ ജോലി എന്നുള്ളൊരു സംഭവമുണ്ട്. അങ്ങനെ പല രീതിയിൽ പല ആൾക്കാർക്കും പല ചിന്തകളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വിചാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ, അതായത് ജോലിയെക്കുറിച്ചും പഠിത്തത്തെക്കുറിച്ചും ഭാവിയെപ്പറ്റും ആ ഫൈനൽ ഇയർ നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം സെറ്റായി. കാരണം പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോട്ടാണ്. ധാരാളം ഞാനൊക്കെ വളർന്നു വരുന്ന കാലത്ത് ഇപ്പം ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ സംഭവം, അപ്പോൾ ആൾക്കാരുടെ സ്ഥാനത്ത് ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിപ്പോയി എന്നുള്ളൊരു തോട്ടാണ്. പക്ഷേ നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്ത് ഒരു കമ്പനി എന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് 32-33 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ജോലി ചെയ്യുമ്പോഴും കുറേയൊക്കെ ആകുലതകളും വ്യാകുലതകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പഠിത്തം, ജോലി, ഭാവി എന്നുള്ള ചിന്തകൾ ഇന്നും അതേപോലെ. അതായത് 1993 എൻജിനീയറിങ് കഴിയുന്ന സമയത്ത് പറയുമ്പോഴാണ് കേട്ടോ, ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായിട്ടോ. അപ്പം അത് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് നമ്മളുടെ ബാക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഈ സത്യത്തിൽ പാസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ പാസ്സായിട്ടില്ലെങ്കിൽ വലിയൊരു പ്രശ്നമുണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ജീവിതത്തിൽ ഒരു നന്നായിട്ട് പഠിക്കുകയും ഒരു ഡിഗ്രിയും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സമയത്ത് അത് ജീവിതത്തിന് ഒരു സഹായം ചെയ്യും എന്നുള്ളത് ശരിയാണ്, ഒരു ബൂസ്റ്റ് തരും എന്നുള്ളത്. 30 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ പറ്റിയിട്ട് അതിൻ്റെ റെലവൻസ് അത്രയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നന്നായിട്ട് പഠിച്ചൊരു വ്യക്തിയാണോ ജീവിതത്തിൽ വിജയിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നുള്ള ഉത്തരവൊന്നും, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ലോകത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും അപ്പോൾ ഈ ചോദ്യങ്ങൾ, പഠിത്തം, ജോലി, പഠിത്തം, ഭാവി എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ, അപ്പോൾ അതിൽ കൂടിയാണ് ഇന്നത്തെ യാത്ര. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചാടി സബ്സ്ക്രൈബ് ചെയ്യേണ്ട. ഈ വീഡിയോ മുഴുവൻ കാണുകയും അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അത് മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഗുണമില്ലെന്ന് പറഞ്ഞാൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനും യാതൊരു മടിയും വേണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സമയം എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടും കൂടുതൽ വിലപ്പെട്ടതാണ് എന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കിക്കാണാൻ. ഈ ഒരു വീഡിയോ പരമ്പര ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് പീപ്പിൾ ആർ റിസീവിങ് ഇറ്റ് പ്രോപ്പർലി. ചില ആൾക്കാരുടെ ചില കമൻറ്റുകൾ വരുന്നുണ്ട്, നിങ്ങൾ പേര് മാറ്റിയോ എന്ന്, ഈ മറ്റൊരു ചാനൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. ശരിയാ, എനിക്ക് വേറെ പല ചാനലുകളുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്തെങ്കിലും ഒന്ന് മാത്രമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു സിനിമാ നടനാണെങ്കിൽ നിങ്ങളൊരു സിനിമാ നടൻ എന്ന് മാത്രം, നിങ്ങളൊരു വക്കീലാണെങ്കിൽ വക്കീലാണെന്ന് മാത്രം, ഒരു യൂട്യൂബ് ചെയ്യുന്നൊരു വ്യക്തിയാണ് യൂട്യൂബ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ എന്നെ യൂട്യൂബിൽ കൂടെ എന്നെ കണ്ട ആൾക്കാരുടെ വിചാരം എന്താണ്, ഞാൻ ഈ യൂട്യൂബ് മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുള്ളതാണ്. എന്നെ ജോലിയിൽ എന്നെ അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും ഞാൻ ആ ജോലി മാത്രം. കാരണം നമ്മൾ ഐഡൻറ്റിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ജോലിയിൽ നിന്നും നമ്മൾ ചെയ്യുന്ന കാര്യം അപ്പോൾ നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ മനസ്സിലാവേണ്ട ഒരു സംഭവമുണ്ട്. ഒരു ഐഡൻറ്റിറ്റി മാത്രമല്ല നമുക്കുള്ളത്, മൾട്ടിറ്റ്യൂഡ്സ് ഉണ്ട്. നമ്മളുടെയൊക്കെ ഉള്ളിൽ പലതരം. കഴിഞ്ഞ വീഡിയോ എന്തായിരുന്നു, കഴിവില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞിട്ട് നമുക്കൊക്കെ കഴിവില്ലാതെ ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷേ ഒന്നല്ല, പലതരം കഴിവുകൾ പലതും. ഇപ്പം ആഡം ഗ്രാൻറ്റിൻ്റെ ഹിഡൻ പൊട്ടൻഷ്യൽ എന്നുള്ള പുസ്തകത്തെ പറ്റി ഞാനിവിടെ പറയുണ്ടായി. അപ്പം അങ്ങനെ നമ്മളുടെ ഉള്ളിൽ ധാരാളം മൾട്ടിറ്റ്യൂഡ്സ് ഉണ്ട്. ചിലത് നല്ലതായിരിക്കാൻ മതി, ചിലത് മോശമായിരിക്കാൻ മതി, ചിലത് കൊണ്ട് ആൾക്കാർ അംഗീകരിക്കും, ചിലത് അംഗീകരിക്കില്ല. പക്ഷെ എന്നാലും നമ്മളുടെ ഇൻട്രസ്റ്റ് ആൻഡ് അവർ ടാലൻസ് ആൻഡ് എവ്രിതിങ് ധാരാളം ഉണ്ട്.
പലപ്പോഴും ഞാൻ ഒരു ചാനലിൽ എൻ്റെ പുസ്തകങ്ങളോടുള്ള താല്പര്യം, സിനിമയോടുള്ള താല്പര്യം, കരിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോട് താല്പര്യം, അതേമാതിരി എനിക്ക് സോഷ്യൽ ഇഷ്യൂസിൻ്റെ മുകളിൽ ഇതൊക്കെ ഒരു സ്ഥലത്ത് ഇടുന്ന സമയത്ത് പലപ്പോഴും ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു കണക്ട് വിത്ത് പീപ്പിൾ. കാരണം എന്നെപ്പോലെ സിനിമയോട് താല്പര്യമുള്ള ആൾക്കാരുമായി കണക്ട് ചെയ്യുന്നതിലൊരു രസമുണ്ട്. പുസ്തകങ്ങൾ താല്പര്യമുള്ള ആൾക്കാരുമായിട്ട് ആ വിഷയത്തിൽ കണക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അതേമാതിരി കരിയർ, ജോലി, എഡ്യൂക്കേഷൻ, ഭാവി അങ്ങനത്തെ കാര്യത്തിൽ കണക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. എല്ലാ കാര്യത്തിലും എന്നോട് അതേപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിക്കൊള്ളണം എന്നില്ല. സോ അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ചാനൽസ് കൂടെ ഞാൻ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത്. ആൻഡ് അജൈൽ മലയാളി ഈസ് പ്യൂർലി ഫോക്കസ്ഡ് ഓൺ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഷെയറിങ് വാട്ട് ഐ ഹാവ് ലേൺഡ് ഇൻ മൈ ലൈഫ്. അപ്പോൾ അതുകൊണ്ടാണ് പല പല സ്ഥലങ്ങളിൽ നിങ്ങൾ ചിലപ്പം പല പല രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും കാണുന്നുണ്ടാവും. ഇതൊക്കെ ഞാൻ തന്നെയാണ്. അതേപോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങൾക്ക് പലതരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാൻ മതി, പല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കാൻ മതി. അതൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ. ആകെ ഒരു ജീവിതം, ചെറിയൊരു ജീവിതം. അതിൽ നമുക്ക് താല്പര്യമുള്ളതൊക്കെ ചെയ്യാനും പയറ്റാനും പരീക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അത് ശരിക്കും ഈ ഒരു വീഡിയോയുടെ ആ ഒരു ടോപ്പിക്കിന്, ജോലി, എഡ്യൂക്കേഷൻ, പഠിത്തം, ഭാവി എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യം തന്നെ ഇതിലൊരു 4 പോയിന്റുകളാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഒരു മിനിറ്റ്, ഇതൊന്ന് 4 പോയിന്റുകളാണ്. ആദ്യത്തെ പോയിന്റ് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് എന്നുള്ള ഒരു സംഭവമാണ്. ഞാൻ എപ്പോഴും ഓൾവേസ് ഐ ടെൽ പീപ്പിൾ, എൻ്റെ പഠിത്തം, ലേണിംഗ് സ്റ്റാർട്ടഡ് വെൻ മൈ ഫോർമൽ എഡ്യൂക്കേഷൻ എൻഡഡ് എന്നുള്ളത്. അതായത് 4 വർഷം എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ട് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ് ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. മോശം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആട്ടോ, മോശം. അതായത് എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ പറ്റി ഒരു സാധനം അറിഞ്ഞുകൂടാ. കാരണം അത്രയും താല്പര്യമില്ലാതെ 4 വർഷം പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ താല്പര്യം തീരെ എഞ്ചിനീയറിങ്ങിലേക്ക് ആയിരുന്നില്ല. എൻ്റെ താല്പര്യം പ്രത്യേകിച്ച് ഒന്നിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാസമയത്ത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് പഠിക്കുമായിരുന്നു. കണക്കിലും ഇതിലൊക്കെ നല്ല മാർക്കുകൾ കിട്ടുമായിരുന്നു. നല്ല മാർക്ക് കിട്ടുമ്പോൾ, നല്ല മാർക്ക് കിട്ടുന്നു, ജീവിതത്തിൽ എന്തിനോട് താല്പര്യം എന്നുള്ള യാതൊരു ധാരണയില്ല. അപ്പം ആകെ ചെയ്യാൻ പറ്റുന്ന സാധനം എഞ്ചിനീയറിംഗ് ആണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നല്ല കോളേജ് എന്നുള്ളത് അവിടെ പരീക്ഷ എഴുതി പാസ്സായി അങ്ങ് കിട്ടി. പക്ഷേ അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നിർത്തിയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷേ അപ്പോൾ ഫോർമൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. 4 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് REC നിന്ന് പഠിച്ചതിന് ശേഷം പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. കാരണം എന്തായിരുന്നു പറഞ്ഞാൽ, പിന്നെ എനിക്ക് പരീക്ഷകൾ വലിയ പേടിയാണ്. പണ്ടും പേടിയാണ്, ഇപ്പോഴും പേടിയാണ്. എന്തോ വേറൊരാൾ നമ്മളെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ എന്നുള്ളൊരു ചിന്തയായിരിക്കാൻ മതി. പിന്നെ ഒരു പരീക്ഷകൾ എഴുതി പാസ്സാവാനുള്ള ഒരു നാക്ക് കുറച്ച് കുറയുന്നതും കൊണ്ടായിരിക്കാൻ മതി. എനിവേ 4 വർഷത്തെ കോളേജ് കഴിഞ്ഞോടുകൂടി ഞാൻ തീരുമാനിച്ചു, ഇനി ഈ വഴിക്ക് ഞാനില്ല, കോളേജിൽ പോയി പഠിക്കാതുള്ളത്. അതിനൊരു ചെറിയ വിഷമമൊക്കെ ഇപ്പം കുറേ കാലം കഴിയുമ്പോൾ കേട്ടോ. ഒരു കോളേജ് ജീവിതം കുറച്ചും കൂടെ ആസ്വദിക്കായിരുന്നു. ആ 4 വർഷത്തിൽ നിർത്തണ്ട എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. പഠിക്കണം എന്നുള്ളതുകൊണ്ടല്ല, ഒരു കോളേജ് ജീവിതം കുറച്ചും കൂടെ ആസ്വദിക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. ബട്ട് എനിവേ എഡ്യൂക്കേഷൻ ആൻഡ് ലേണിങ്ങിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്നതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമ്മളെ നിർബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് എന്നെ അൺകംഫർട്ടബിൾ ആക്കിയിരുന്നൊരു സംഭവമാണ്. പക്ഷെ രണ്ടിൻ്റെ ആവശ്യമുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രക്ചർ തരും. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്. ഇപ്പം എന്നെ വെറുതെ ഒരു സ്ട്രക്ചർ ഇല്ലാത്തൊരു സാധനം പഠിച്ച് ഞാൻ അതും ഒക്കെ താല്പര്യമുള്ള സാധനങ്ങളൊക്കെ പഠിക്കും. അതുകൊണ്ടൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സ്ട്രക്ചേർഡ് സംഭവത്തിന് ഇപ്പം എൻ്റെ മേഖല അജൈൽ എന്നുള്ള ആ മേഖലയാണ്. അതായത് അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചില സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ആ സർട്ടിഫിക്കേഷൻസ് എനിക്ക് എല്ലാ വർഷവും പുതുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന ഒരു ശനിയാഴ്ചയാണ്, 20-ാം തീയതി, ഏപ്രിൽ 20-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച എനിക്ക് ഒരു 3 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് വളരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 3 ദിവസത്തെ ഒരു ട്രെയിനിങ്. ഐ വെൻറ്റ് ത്രൂ ദാറ്റ് ഹോൾ പ്രോസസ്. ഇനി അതിൻ്റെ ടെസ്റ്റ് എഴുതണം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനൊരു വിഷമമുണ്ട്. കാരണം ദാറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഐ ലൈക്ക്. ബട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ആ ഒരു 4 വർഷത്തെ കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മേലാൽ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല എന്ന്. പക്ഷേ പിന്നെയും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് അങ്ങനെ കോളേജിൽ പോയി പഠിക്കേണ്ട ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിലും ക്ലാസ് റൂമിലിരിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ പഠിക്കുക, അതിന് വേണ്ടി ടെസ്റ്റിന് പഠിക്കുക, ടെസ്റ്റ് എഴുതുക, പാസ്സാവുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ലേണിംഗ്, പഠിത്തം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്നും എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഒരു കാലത്ത് ഞാൻ വിചാരിച്ചു ഇനി പഠിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു 6-7 വർഷം ഞാൻ ഒന്നും പഠിക്കാതിരുന്നു. അതായത് പഠിച്ച തന്നെ നമുക്കിനി ഒന്നും അറിയാനില്ല എന്നുള്ളൊരു ധാരണയിൽ. അതിൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് എൻ്റെ കരിയറിലുണ്ടായി. ഭയങ്കരമായിട്ട് എൻ്റെ കരിയറിനെ അത് ഇമ്പാക്റ്റ് ചെയ്തു. ബിക്കോസ് ഐ വാസ് നോട്ട് ലേണിംഗ് എനിത്തിങ് ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സർട്ടിഫിക്കേഷനുകളോടൊക്കെ ഒരു പുച്ഛം തോന്നുന്നൊരു സമയമായിരുന്നത്. പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണമല്ലോ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളൊരു തോന്നൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യം എനിക്ക് മനസ്സിലായി. കാരണം നമ്മളിപ്പോൾ ഒരു പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് കഴിവുണ്ടോ എന്നുള്ളതിൻ്റെ പ്രൂഫല്ല കേട്ടോ. പക്ഷേ നമ്മളൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാൻ. അതായത് നമ്മളുടെ ഫീൽഡിൽ നമുക്കുള്ള താല്പര്യം കൊണ്ടാണ് ആ ഫീൽഡിലുള്ള ചില സർട്ടിഫിക്കേഷൻസ് നമ്മൾ എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഐ റെക്കമെൻഡ് പീപ്പിൾ ടു നമ്മൾ അപ്സ്കിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 4 വർഷം പഠിച്ചു, ഞാൻ മഹാമോശം എഞ്ചിനീയറാണ് എന്നുള്ളത്. അത് ഇപ്പം ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, പക്ഷേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതിൽ പുതിയ സർട്ടിഫിക്കേഷൻസ് ഞാൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി തരാനുള്ള ഒരു വ്യക്തി വിചാരിക്കും ഇവൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറൊക്കെയാണ്, പക്ഷേ ഇവൻ ആ ഫീൽഡിനോട് വലിയ താല്പര്യമില്ല എന്നുള്ളത്. ഇപ്പം ഞാനൊരു അജൈൽ പ്രാക്ടീഷണറാണ്, അജൈൽ കോച്ചാണ്. അപ്പോൾ അങ്ങനത്തെ ഇതിൽ എൻ്റെ ഇപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം സർട്ടിഫിക്കേഷൻ അവിടെ കാണാം. അത് ചെയ്യുന്നത് എനിക്ക് ആ ഫീൽഡിനോടുള്ള താല്പര്യം ഉണ്ട് എന്ന് കാണിക്കാനും കൂടിയാണ്. എൻ്റെ സ്കിൽസോ എൻ്റെ കഴിവോ കാണിക്കാനല്ല. പക്ഷേ മറ്റുള്ളവർ ജോലിക്ക് വേണ്ടിയിട്ട് എന്നോട് ജോലി ആയാലും, അല്ലെങ്കിൽ ഞാനിപ്പം എൻ്റെ ഓഫീസിലുള്ള ആൾക്കാർ എന്നെ ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ അപ്പോഴൊക്കെ അവർക്ക് ഐദർ ദേ ഫീൽ ദാറ്റ് ഓക്കെ ദിസ് ഗൈ നോസ് വാട്ട് ഹീസ് ടോക്കിംഗ് അബൌട്ട്, അല്ലെങ്കിൽ ഹീ ഈസ് ഓൺ എ കോൺസ്റ്റൻറ്റ് പെർസ്യൂട്ട് ടു ലേൺ. കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഐ എം പ്രാക്ടീസിങ് വാട്ട് ഐ എം പ്രീച്ചിങ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഏത് പൊസിഷൻ ഓഫ് ദ കരിയർ ആണെങ്കിലും, ഇപ്പം എന്നെ മാതിരി 50 കഴിഞ്ഞിട്ട് കരിയറിൻ്റെ ഒരു സ്റ്റേജിലാണോ, അതോ 20-കളിലും 30-കളിലും 40-കളിലും കരിയറിൻ്റെ മിഡിൽ മാനേജ്മെൻ്റ് ആണോ, സീനിയർ മാനേജ്മെൻ്റ് ആണോ, സ്റ്റാർട്ടറാണോ, ഫ്രഷറാണോ, എന്താണെങ്കിലും നമുക്ക് താല്പര്യമുള്ള മേഖലയാവുക, ആ മേഖലയിൽ നിരന്തരം പഠിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടും അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ളത് ഒരു ആവശ്യമായിട്ടുള്ള സാധനം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ വിദ്യാഭ്യാസത്തെയും പഠിത്തത്തെയും മാറ്റി വ്യത്യസ്തമായി നോക്കി കാണേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ ഈ ചാനൽ ചെയ്യുന്നു, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇപ്പോൾ മലയാളത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പ്രവർത്തിക്കുന്ന മേഖല മെയിനായിട്ട് ഇംഗ്ലീഷാണ്. എനിക്ക് ജോലി തരുന്നവരോ ഞാനുമായിട്ട് നിരന്തരം വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ കാണില്ല. പക്ഷേ ദിസ് ഈസ് എ ലേണിംഗ് പ്രോസസ് ഫോർ മീ. എഡ്യൂക്കേഷണലല്ല, ലേണിംഗ് ആണ്. നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങൾക്കത് എഡ്യൂക്കേഷനിലാണോ എന്നുള്ളത് ദാറ്റ്സ് അപ് ടു യു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്കറിയുന്ന ചില കാര്യങ്ങൾ ചില രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. അത് പങ്കുവെക്കുന്ന സമയത്ത് ഐ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് മൈ സെൽഫ്. ഒരു റിഫ്രഷർ കോഴ്സ് മാതിരിയാണ് ഞാൻ പലപ്പോഴും ഈ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പം ദ പോയിന്റ് ഐ വോണ്ട് ടു മേക്ക് ഇസ് ദാറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് നോക്കിയിട്ട് എഡ്യൂക്കേഷന് നമ്മളെ ജീവിതത്തിലുള്ള പ്രാധാന്യം, ലേണിങ്ങിന് നമ്മളെ ജീവിതത്തിലുള്ള പ്രസക്തി, ഇത് രണ്ടും നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ചില സമയത്ത് നമുക്ക് വരുമാനമാർഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. സൈക്കോളജി പഠിക്കുന്ന ആൾക്കാർ, സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാർ, പിന്നെ ചരിത്രം പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ചരിത്രത്തിൻ്റെ വളരെ ഗംഭീരമായ പുസ്തകങ്ങൾ എഴുതുന്നത് പലപ്പോഴും ചിലപ്പം ചരിത്രം പഠിച്ച ആൾക്കാരല്ല, കവിത പഠിച്ച ആൾക്കാരല്ല കവിതകൾ എഴുതുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മേഖലയിൽ ഇപ്പം ടെക്നോളജി ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും മെയിൻലി എൻ്റെ വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോസസ് ആൻഡ് പീപ്പിൾ, ഈ 2 സംഭവങ്ങളാണ്. അതായത് എങ്ങനെ കാര്യങ്ങൾ ഒരു അജൈലായിട്ട് ഒരു സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് പ്രോസസ്സ് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ ടീമുകൾ തമ്മിൽ വർക്ക് ചെയ്യും, എങ്ങനെ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അപ്പോൾ അതൊന്നും ഞാൻ കോളേജിൽ പഠിച്ച സംഭവങ്ങളല്ല. ഇപ്പോൾ നിങ്ങൾ ഏത് ഒരു കോളേജ് കഴിഞ്ഞ് 10, 20, 30 വർഷം കഴിഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ധാരാളം ആൾക്കാരെ കാണാം. കമ്പ്യൂട്ടറും എഞ്ചിനീയറിംഗുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ വരുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മ്യൂസിക് പഠിച്ച് ഡ്രാമ പഠിച്ചിട്ട് കമ്പ്യൂട്ടറിലേക്ക് വന്ന ആൾക്കാരെ കണ്ടിട്ട്. അപ്പം നമ്മൾ പഠിക്കുക, ലേണിംഗ് എന്നുള്ളത് 2 വ്യത്യസ്തമായിട്ടുള്ള സാധനമായി നോക്കി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യവും
പഠിത്തത്തിൻ്റെ വിവരത്തിൻ്റെ നോളേജിൻ്റെ ആ പ്രസക്തിയും രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് ബാലൻസ് കൂടെ പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ കറക്റ്റ് ബാലൻസ് ചെയ്യുന്നുള്ളതല്ല, അത് ചെയ്യാതെ അത് നോക്കാതെ ഇരുന്നൊരു കാലത്ത് അത് എൻ്റെ കരിയറിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതൊരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എൻജോയ്മെൻറ്റ് ആൻഡ് സ്ട്രെസ് ഓഫ് വർക്കിംഗ്. ജോലിയിൽ നമുക്ക് താല്പര്യവും എൻജോയ്മെൻറ്റും ഉണ്ടാവും, അതേപോലെ സ്ട്രെസ്സും ഉണ്ടാവും. ഈ ആദ്യത്തെ ടോപ്പിക്കിൽ തന്നെ ഏതാണ്ട് ഞാൻ 15 മിനിറ്റ് എത്തി നമ്മൾ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി റിലവൻറ്റ് ടോപ്പിക്. അപ്പം ഈ ജോലിയുടെ കാര്യത്തിൽ എൻജോയ്മെൻറ്റ് ആൻഡ് സ്ട്രെസ് എന്നുള്ള ഈ രണ്ട് സംഭവത്തിനെക്കുറിച്ച് നമുക്കൊന്ന് ടച്ച് ചെയ്ത് പോകാം. ഞാൻ എൻ്റെ ഒരു ഇപ്പം കറണ്ട് ജോബിലുള്ള ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയും. ഇതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ബോസ് മാനേജറുമായിട്ടുള്ള നമ്മളെ ഇൻട്രാക്ഷൻ എന്നുള്ളത്. പല ആൾക്കാർക്കും നല്ല മാനേജർമാരുണ്ട്, മോശം മാനേജർമാരുണ്ട്. എൻ്റെ ജീവിതത്തിലും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നല്ലതും മോശമായിട്ടുള്ള മാനേജർമാരുണ്ടായിട്ടുണ്ട് ഒക്കെ. ഇപ്പം അറ്റ് ദിസ് പോയിൻറ്റ് വെൻ ഐ ടോക്ക് എനിക്ക് വളരെ താല്പര്യമുള്ള, എനിക്കൊരു മെൻറ്ററായിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് എൻ്റെ മാനേജറായിട്ടുള്ളത്. ഞാൻ വളരെ, കാരണം ഒരു ചില ജോലികളിലൊക്കെ എനിക്കറിയാം മാനേജർ ലീവുള്ള ദിവസം ഒരു സുഖം, അതായത് ആളില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞൂടാ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് മാനേജർ ഇല്ല എന്ന് പറയുന്ന സമയത്ത് എവിടുന്നോ അറിയാതെ ഒരു സന്തോഷം മനസ്സിൽ വരാൻ കാരണം എന്താണെന്നുള്ളത്. ആ മാനേജർ മോശമായിട്ടൊന്നാവില്ല, എന്തോ ഒരു മാനേജറിന് ആരോ ഒരാൾ നമ്മളെ ഇങ്ങനെ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. പക്ഷേ ഈ ഇപ്പോഴുള്ള ജോലിയിലാണ് എനിക്ക് ആദ്യമായിട്ട് മാനേജർ ഒരു ലീവ് എടുത്ത് പോയ സമയത്ത് മൂപ്പരില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത്. കാരണം ജോലിയുടെ ഭാഗമായിട്ട് നിരന്തരം നടത്തുന്ന കുറേ കോൺവെർസേഷൻസും കാര്യങ്ങളും ഉണ്ട്, എങ്ങനെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് ആൻഡ് ഐ എം റിയലി എൻജോയിങ് ദാറ്റ്. അപ്പം എൻജോയ്മെൻറ്റ് സ്ട്രെസ്സും വരുന്നത്, എൻജോയ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് ഇല്ല എന്നുള്ള അല്ല അതിനർത്ഥം. അപ്പം ഞാനൊരു കാര്യം ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട ആവശ്യം വന്നു. അതായത് കഴിഞ്ഞ ആഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പം ഞാനത് ആ ഒരു അത്ര വലിയ രീതിയിലുള്ളൊരു പ്ലാനിങ് ചില കേസസിൽ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അതിന് എൻ്റേതായിട്ടുള്ള ചില പരിമിതികളുണ്ട്. അപ്പം ഞാൻ ആദ്യമേ എൻ്റെ മാനേജറോട് പറഞ്ഞിട്ടുണ്ട്, ഈ രീതിയിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം പഴയ കമ്പനികളിൽ ഉണ്ടായിട്ടില്ല എനിക്ക്. കാരണം പഴയ കമ്പനികൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരുന്നു, ഇത്ര ലാർജ് സ്കെയിലിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബട്ട് സോ എനിക്ക് അതിൻ്റെ ഒരു അങ്ങനെയാണ് എന്നെ പിടിച്ച് എന്നോട് പറഞ്ഞു ഒരു ട്രെയിനിങ്ങിനൊക്കെ പോകാൻ പറഞ്ഞു. ഞാൻ ആ ട്രെയിനിങ്ങിനൊക്കെ പോയി തിരിച്ച് വന്ന് ഈ പരിപാടി തുടങ്ങി കഴിയുമ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പരിപാടി. ഈ പല ടീമുകൾ എല്ലാവരെയും കൂടി കൊണ്ടുവരൽ, അതിൻ്റെ മുകളിലുള്ള ക്വസ്റ്റ്യൻസ്, പുലർച്ചെ ആക്ച്വലി എനിക്ക് പല സ്ഥലങ്ങളിൽ എനിക്ക് വർക്ക് ചെയ്യേണ്ട, ടൈം സോണിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഈ കുറച്ച് ദിവസത്ത് ഞാൻ വൈകുന്നേരം കിടന്നുറങ്ങി 2 മണിക്ക് പുലർച്ചെ എണീച്ചിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് 4 മണിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അത് കഴിഞ്ഞ് 5:30 നേരെ, അത് കഴിഞ്ഞാൽ നേരെ കുളിച്ച് റെഡി ആയിട്ട് ഒരു 6:30 ആകുമ്പോഴേക്കും ഓഫീസിലെത്തി 6:30 മുതൽ മീറ്റിംഗ് വരും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ. പക്ഷേ ആ ജോലി എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ്മെൻ്റ് ഉള്ള സംഭവമായിരുന്നു. പക്ഷേ എനിക്ക് സ്ട്രെസ്സ് വരിക, എനിക്കെന്തോ ഞാൻ ചെയ്യുന്നത് എഫക്റ്റീവ് ആവുന്നില്ല, അത് നന്നാവുന്നില്ല എന്നൊരു തോന്നൽ. ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ ദാറ്റ് ഐ ഡിഡ്. കാരണം ഞാൻ 10-ൽ 3 മാർക്കൊക്കെ കൊടുക്കുന്നുള്ളൂ ഈ ചെയ്യുന്ന സംഭവത്തിന്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് സാധനം, എൻജോയ് ചെയ്യുന്നുണ്ട്, സ്ട്രെസ്സും ആവുന്നുണ്ട്. അപ്പോൾ ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെസ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളൊരു പേടി മനസ്സിൽ ഭയങ്കരമായിട്ട്. അങ്ങനെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞു, ഐ നീഡ് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞു. പലവരും ആയിക്കോട്ടെ, നമുക്കെന്താ, അപ്പം ഞങ്ങൾ തന്നെ നടന്ന് സംസാരിക്കാമെന്നാണ്. മൂപ്പരുടെ ഇലക്ട്രിക് കാറിൻ്റെ ഇത് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് മൂപ്പർ ദിവസത്തിൽ എപ്പോഴെങ്കിലും മൂപ്പരൊക്കെ ചാർജിങ് മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ നമുക്കതിന് പോകാം, കാറ് മാറ്റം ചെയ്യാം, പിന്നെ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ചെയ്യുന്ന റോള് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയിങ് ആണ്, ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ലേൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേമാതിരി എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് വരുന്നുണ്ട്, ഞാൻ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് അതിലൂടെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ആ ട്രെയിനിങ്ങിന് നിങ്ങൾ പോകണമെന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഈ ജോലി വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരാൻ വേണ്ടിയിട്ടാണുള്ളത്.
അതെനിക്ക് തോന്നി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസൈറ്റാണ്. കാരണം നമ്മൾ ഒരു ജോലിയിൽ ഇപ്പം ഞാൻ 10-30 വർഷമായി ഈ ഒരു മേഖലയിൽ തന്നെ വർക്ക് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 12 വർഷമായി. അപ്പോൾ നമുക്കൊരു ധാരണ ഒരു സ്റ്റേജിൽ വരും, എന്താ ഇതിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മളെക്കാട്ടും അറിയുന്ന ആൾക്കാർ ഇതിലുണ്ടാവില്ല, ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളൊരു ഈഗോ നമ്മളുടെ ഇടയിൽ വന്ന് വെട്ടാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും പുറത്ത് കിടക്കാൻ നമ്മൾ വി ഹാവ് ടു ബി ഫോഴ്സിങ് അവർ സെൽസ് ഔട്ട് ഓഫ് ദാറ്റ് പ്ലേസ്. അപ്പം മാനേജർ പറഞ്ഞു, നിങ്ങൾ ആ ട്രെയിനിങ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ പറഞ്ഞു ട്രെയിനിങ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ എന്തൊക്കെ ശരിയായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ സ്ട്രക്ചറിലല്ല ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എന്നോട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാനാണ്. എന്നോട് പറഞ്ഞു, യു ഹാവ് എ വെരി കൺസൾട്ടേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു. കൺസൾട്ടേറ്റീവ് അപ്രോച്ച് ആണ് ഈ കോച്ച് ആവുന്നതുകൊണ്ട് നമ്മളെപ്പോഴും കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യാം, ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം, ശരിയാക്കാം. ഭയങ്കര സ്ട്രിക്റ്റ് അല്ല കാര്യങ്ങൾക്ക് എന്നുള്ളൊരു സംഭവം. പക്ഷേ ചില സംഭവങ്ങൾക്ക് സ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് അത് മൂപ്പരിനോട് പറഞ്ഞിട്ടാണ്. ഈ എൻ്റെ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ പെരുമാറുന്ന മാതിരിയല്ല പലപ്പോഴും ജീവിതത്തിൽ എല്ലാവരുമാൾ ലൈക്കബിൾ ആവണം എന്നുള്ള ഒരു ട്രാപ്പിൽ വീണ് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരുമാൽ ഇഷ്ടപ്പെടണം. അപ്പം എന്താ പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ് ചെയ്യില്ല. ചില ആൾക്കാരെ എന്താ പറയുക, ആൾക്കാരുടെ നീരസം നമുക്ക് വേണ്ട എന്നുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നൊരു സ്വഭാവമുള്ളത് മാറ്റണം എന്നുള്ളതിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ജോലി നിങ്ങൾക്ക് എത്ര തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണെന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ട്രെയിനിങ്ങിന് പറഞ്ഞയച്ചതാണ്. ഞാൻ പറഞ്ഞു വളരെ നല്ലത്. അപ്പം പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു 3 ദിവസം ഞാൻ ആ ജോലി ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കുകയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യരുത്, ഞാൻ എന്തൊക്കെ പഠിച്ച എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ മറക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നതിൽ നിന്ന് മാറ്റണം എന്നുള്ളത് മാത്രമാണ് ഞാൻ പഠിക്കുന്നത്. അതായത് നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വതവേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ കുഴപ്പങ്ങൾ മാത്രം നമ്മൾ മുമ്പിൽ വരുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ് ഫീലിംഗ് വരും. അതായത് ഇത്രയും കാലം ഞാനെന്തോ ഭയങ്കരനാണ് എന്ന് വിചാരിച്ചിട്ട് ഈ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊരു വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് നമ്മളുമായിട്ടും നമ്മളെ മാനേജറായിട്ടും നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, 3 മുതൽ ഞാൻ 10ൽ 3 മാർക്കേ എനിക്ക് കൊടുക്കുന്നുള്ളൂ എന്നുള്ളത്. ചിലപ്പോൾ ഞാൻ സ്വയം എനിക്ക് ഹാർഡ് ആവുന്നതുകൊണ്ട് മേ ബി ഐ എം ഹാർഡ് ഓൺ മൈ സെൽഫ്. പക്ഷേ 10ൽ 3 മാർക്കാണ് നമുക്ക് കൊടുക്കുന്നതിലൊരു മോശമായിട്ടുള്ള സംഭവം അല്ല കേട്ടോ. കാരണം 3ൽ നിന്നും 10ലേക്ക് പോകാൻ 7 ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അത്രയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പം നമ്മളുടെ റേഞ്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സാധ്യതകൾ കൂടുതലാണ്. പലപ്പോഴും നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ 10ൽ എത്ര ഉണ്ട്, 9 ഉണ്ട്. 10 എന്ന് പറയുന്നത് ഒരു ബോഷ്കാവും, 9, 9.5 പറഞ്ഞു നിൽക്കാം എന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ 3 എന്ന് പറയുന്ന സമയത്ത് ഞാനത് പബ്ലിക്കായിട്ടൊരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, ഞാൻ 10ൽ എനിക്ക് 3 കൊടുക്കുന്നുള്ളൂ. അവർ വൈസ് പ്രസിഡന്റ് എന്നോട് ചോദിച്ചു, അതെന്താ അങ്ങനെ കൊടുക്കുന്നത്, അതിനെക്കാട്ടും കൂടുതൽ. ഞാൻ പറഞ്ഞു, അല്ല നമുക്ക് വളരെ ഓണസ്റ്റായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മളെ റേറ്റ് ചെയ്യണം. 10ൽ 10 കിട്ടണമെന്നാണ് നമ്മളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ആഗ്രഹം നമ്മളുടെ വർക്കിനെ കുറിച്ച് എന്നുണ്ടെങ്കിൽ അത് 10ൽ 1 നമുക്കിപ്പോൾ തോന്നുന്നത് എന്നുള്ളൊരു മോശമായിട്ടുള്ള സംഭവമല്ല. അടുത്ത് 2 ആക്കാൻ എന്ത് ചെയ്യാം, 3 ആക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ജോലിയെക്കുറിച്ച് മതിപ്പുണ്ടാവാൻ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഇത് വലിയൊരു ട്രാപ്പാണ്. നമ്മൾ ജോലിയിൽ ആസ് യു ബിക്കം ജോലിയിൽ കൂടുതൽ സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ, കൂടുതൽ പഠിക്കുമ്പോൾ, ഡിഗ്രി എടുക്കുമ്പോൾ, കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ, കൂടുതൽ കാര്യങ്ങൾ സക്സസ്ഫുള്ളായിട്ട് വിജയങ്ങൾ നേടുമ്പോൾ, എക്സ്പീരിയൻസ് വരുമ്പോൾ, നമ്മളെക്കാട്ടും എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ, ആൾക്കാരൊക്കെ നിങ്ങൾ ഭയങ്കരനാണെന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ നമ്മൾ വീണ് പോകാൻ സാധ്യതയുള്ളൊരു ട്രാപ്പാണ് ഈ ഈഗോ. നമുക്കെല്ലാം അറിയാമെന്നുള്ളത്, നോ ഇറ്റ് ഓൾ എന്നുള്ളൊരു ഇത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. സത്യ നടേല മൈക്രോസോഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് സ്റ്റീവ് ബാമർ ആയിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ CEO. ഭയങ്കര മോശമായിട്ടുള്ളൊരു കൾച്ചറാണ് മൈക്രോസോഫ്റ്റിൽ അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ റീസെൻ്റ്ലി ഏതായിരുന്നു പുസ്തകം വായിച്ചിരുന്നത്, ഫ്രിക്ഷൻ പ്രോജക്റ്റിലാണെന്ന് തോന്നുന്നു. അതിൽ പറയുന്നുണ്ട് വളരെ മോശം കൾച്ചറാണെന്ന് പറഞ്ഞത്. അതായത് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ വഴി, കുതികാൽ വെട്ട് വഴി കാര്യങ്ങൾ നേടാൻ വേണ്ടി എവ്രി വൺ വാസ് ട്രൈങ് ടു പുൾ ദ അതർ പേഴ്സൺ ഡൗൺ ടു കം അപ്പ് എന്നുള്ളത് ആ ഒരു കൾച്ചറിൽ നിന്ന് സത്യ നടേല മൈക്രോസോഫ്റ്റിൻ്റെ ഒരു വലിയൊരു മോശം ഘട്ടത്തിലാണ് ശരിക്കും സത്യ നടേല വരുന്നത്. ഇന്ന് വളരെ
വാല്യുവേഷൻ ഉള്ളൊരു കമ്പനിയായി മാറുകയാണ്. അപ്പം അതിൽ അദ്ദേഹം ചെയ്തത് നോ ഇറ്റ് ഓൾ ടു ലേൺ ഇറ്റ് ഓൾ എന്നുള്ളൊരു രീതിയിലേക്ക് മാറുക എന്നുള്ളത്. എല്ലാം അറിയാമെന്നുള്ളതിൽ നിന്നും എല്ലാം പഠിക്കണം എന്നുള്ള മാനസികാവസ്ഥയ്ക്ക് ആറ്റിറ്റ്യൂഡിലേക്ക് മാറുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സത്യാനാടയില ആ കമ്പനിയെ എവിടുന്ന് കിട്ടിയോ അവിടുന്ന് മാറിയിട്ടൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ടു ലേൺ തിങ്സ് ആൻഡ് വളരെ ഓണസ്റ്റായിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് കാര്യങ്ങൾ നമ്മളെയും നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെയും നമ്മൾ വിലയിരുത്തുന്നത് ഒരു മാർക്കിടാനല്ല, വിലയിരുത്തുന്നത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓണസ്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് ആക്ച്വലി 3-4 പോയിന്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ പോയിന്റുകൾ ഞാൻ വേറൊരു ദിവസം പറയാം, കാരണം ഇറ്റ്സ് ഓൾറെഡി 25 minutes ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു പ്രൊലോങ് ദിസ് കോൺവെർസേഷൻ ബിയോണ്ട്. എല്ലാ 2 ആഴ്ചയും കൂടുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വരാം. ഇതിൻ്റെ പോഡ്കാസ്റ്റ് എപ്പിസോഡും ഉണ്ട്. പുസ്തകങ്ങൾ ഞാൻ കരിയറായിട്ടും പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ടെങ്കിലും നോവലുകൾ ഒക്കെ ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് മലയാളം പുസ്തകങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ വായിച്ച് തീരുമ്പോൾ നോവലുകളും മെമ്മോർസും ബയോഗ്രഫീസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അധികം വായനാലോകം എന്നുള്ള ഒരു ചാനലിലാണ് കൂടുതലും എല്ലാ പുസ്തകങ്ങളുടെയും സാധനം. അപ്പം പുസ്തകങ്ങൾ താല്പര്യമുള്ള ആൾക്കാർക്ക് വായനാലോകത്ത് പോവാം. സിനിമയോട് താല്പര്യമുള്ള ആൾക്കാർക്ക് മലയാളം മൂവി പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട്, അവിടെ നോക്കാം. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു സോഷ്യൽ കമൻ്ററി ഒക്കെ ചെയ്തിരുന്നൊരു ചാനലുണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ചോദിക്കുക പഹയൻ എന്നുള്ള പേര് മാറ്റിയോ എന്നുള്ളത്. ആ പേരിൽ അവിടെ ഉണ്ട്, പക്ഷേ നമുക്ക് ഒരു പേരിലേക്ക് ചുരുങ്ങുകയോ ഒതുങ്ങുകയോ ചെയ്യുന്ന വ്യക്തികളല്ല നമ്മൾ ആരും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല പല പേരുകളിൽ പല പല രൂപത്തിൽ പല പല ഭാവത്തിൽ വേഷത്തിൽ ഒക്കെ ആടി തകർക്കേണ്ട ഒരു ജീവിതമാണ് നമ്മളിത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള spread your wings and go wherever you want, because there is only one time in this life to fly around. അതിന് പ്രായം എന്നുള്ളതൊന്നും എത്ര പ്രായമായി എന്തായി എന്നുള്ളതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജോലി, പഠിത്തം, ഭാവി. ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ 30 വർഷത്തിൻ്റെ മുകളിൽ പല പല ജോലികളിലൂടെ പോയിട്ട് അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇപ്പം എൻ്റെ കൂടെ ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്കാരൊക്കെ ഏതാനും വർഷത്തിനുള്ളിൽ റിട്ടയർ ആവാൻ പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം റിട്ടയർ എന്നുള്ളൊരു സംഭവമില്ല. ഇപ്പം ഞാൻ വായിച്ചിരിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ റിട്ടയർ റിപ്പീറ്റ് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആ പുസ്തകത്തിനെ പറ്റി ഞാൻ എപ്പോഴെങ്കിലും അത് വായിച്ച് തീർന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം. അതായത് ഇന്നത്തെ എക്കോണമിയിൽ റിട്ടയർമെൻറ്റ് എന്നുള്ളതിൻ്റെ ആ ഒരു വാക്ക് വളരെ ബുദ്ധിമുട്ടാണ് റിട്ടയർ ചെയ്യാനും. പക്ഷെ എന്താണ് റിട്ടയർമെൻറ്റ് എന്നുള്ള വാക്ക്, അത് ഡസ് ഇറ്റ് പുട്ട് എൻ എൻഡ് ടു സംതിങ് ഓർ ഡസ് ഇറ്റ് സ്റ്റാർട്ട് സംതിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ വിഷയങ്ങളായിട്ട് നമുക്ക് വരും ആഴ്ചകളിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഷെയർ വിത്ത് യു. അപ്പം ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഞാൻ പറയാറ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. കാരണം ഐ തിങ്ക് യുവർ ടൈം ഈസ് മച്ച് മോർ വാല്യുബിൾ ദാൻ ദ ടൈം ദാറ്റ് ഐ സ്പെൻഡ് ഓവർ ഹിയർ. കാരണം നമുക്ക് എന്തെങ്കിലും പുതുത് പഠിക്കണം. എന്ത് ആക്ഷൻ ഐറ്റമാണ്, ഞാൻ അതാണ് ആലോചിക്കുന്നത് പലപ്പോഴും. ഞാൻ ഈ വീഡിയോ മൊത്തം കേട്ടിട്ട് അടുത്ത വീഡിയോയിലേക്ക് ചാടാതെ എന്ത് ആക്ഷൻ ഐറ്റമാണ് ഇതിൽ നിന്നും പഠിച്ചത്. എനിക്ക് ആക്ച്വലി ആൾക്കാരുടെ കമൻറ്റുകൾ, ഇമെയിലുകൾ ആൾക്കാർ അയക്കുന്നുണ്ട്. agileMalayali@gmail.com എന്നുള്ളതാണ് എൻ്റെ ഇമെയിൽ. അതിൽ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ഇമെയിൽ കൊടുത്തപ്പോൾ ധാരാളം ആൾക്കാർ അതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അവരുടെ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസിൽ ഞാൻ ഐ ബ്രിങ് ഔട്ട്. കാരണം അതിൽ ചില ക്വസ്റ്റ്യൻസ് ഐ തിങ്ക് പ്രോബ്ലി ഇത് ആൻസർ ചെയ്യുന്നുണ്ടാവും ചില ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ്. ബട്ട് സെൻഡ് മീ ഒരു മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ കമൻ്റ് ഇടുന്ന സമയത്ത് വാട്ട് ഐ റിയലി വാണ്ട് ഇസ് ദാറ്റ് ഇത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയി എന്നുള്ളൊരു കമൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം തരുന്നുണ്ട്. എനിക്കില്ല എന്നുള്ളതല്ല, പക്ഷെ അതിനേക്കാട്ടും എനിക്ക് സന്തോഷം തരിക ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എന്ത് മെസ്സേജാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കറിയാം അത് ഓക്കെ ചിലപ്പോൾ ഞാൻ തന്നെ കാണാത്ത ചില ഗുണങ്ങളോ ദോഷങ്ങളോ ഈ വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കാൻ മതി. ഇതിൻ്റെ വലിപ്പം കൂടുക ചെറുപ്പം കൂടുക എങ്ങനെ പ്രസൻറ്റേഷൻ, എൻ്റെ വലിയൊരു പ്രശ്നം നമ്മളെ സമൂഹത്തിലുള്ള, നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് മാർക്കിടാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ മാർക്കിട്ടുകയല്ലേ, നമ്മളാണ് നമുക്ക് മാർക്കിടേണ്ടത്, വേറൊരാളൊന്നും അല്ല നമുക്ക് മാർക്കിടേണ്ടത്. അപ്പം ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഗുണകരമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയോ എന്നുള്ളത് അറിയാൻ ഐ റിയലി ലവ് ടു നോ ദാറ്റ് ഫ്രം യു. അപ്പോൾ ആ കമൻറ്റുകൾ ഡെഫിനറ്റ്ലി ഐ റീഡ്
ആൻഡ് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ about കരിയർ, about പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, about ചില സമയത്തൊക്കെ ഉള്ളത് പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ സ്റ്റക്കായി പോകും ജീവിതത്തിൽ. അതിപ്പോൾ കോളേജിലുള്ള സമയത്തായിരിക്കാം മതി, അത് കഴിഞ്ഞിട്ടായിരിക്കാം മതി, മിഡ് ലൈഫിലായിരിക്കാം മതി, ചിലപ്പോൾ കുറേ കാലം വർക്ക് ചെയ്തിട്ട് അതിലായിരിക്കാം മതി, ജോലിയിൽ താല്പര്യമില്ലായ്മ, അങ്ങനത്തെ കുറേ. ആക്ച്വലി ഇതിൽ ഈ വീഡിയോൻ്റെ ഭാഗമായിട്ട് എനിക്ക് സംസാരിക്കണം താല്പര്യമുണ്ടായിരുന്ന വിഷയങ്ങൾ ഒന്ന് ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് സംസാരിക്കാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മൂന്ന് ഏരിയാസ് കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിൽ മൂവ്. അപ്പം അടുത്ത 2 ആഴ്ച വരെ നിങ്ങളുമായിട്ട്, ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരാം. ടിൽ ദെൻ താങ്ക് യു. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.